വരവേൽക്കുകയാണ്. ശുഭാംശുവിൻ്റെ കുടുംബം മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും ഇത് അഭിമാനത്തിൻ്റെതാണ്. നേരത്തെ തന്നെ പലയിടത്തും ശുഭാംശുവിൻ്റെ ഫ്ലെക്സുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഒരു ശാസ്ത്രം ലോകത്തെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം പുണരുന്നത് എന്ന്, അവരെ എങ്ങനെയാണ് രാജ്യം വരവേൽക്കുന്നത് എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണവും ഉദാത്ത മാതൃകയുമായി മാറുകയല്ലേ ഈ നിമിഷം. അതെ, തീർച്ചയായിട്ടും ഇന്ന് ശുഭാംശു ശുക്ലയുടെ ദൗത്യം നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തോന്നാം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിലത്തേക്കുള്ള ഒരു വലിയ പ്രതീക്ഷയും മുന്നൊരുക്കവും കൂടിയാണ്. ഇപ്പോൾ നിലവിൽ ആ ഒരു പേടകം അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് കുറച്ചുകൂടി അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇനി കേവലം 6 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പ്ലാഷ് ഡൗണിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചു വേഗത പരമാവധി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേവലം 38 കിലോമീറ്റർ ഉയരത്തിലാണ് പേടകമുള്ളത് ഭൗമാന്തരീക്ഷത്തിൽ നിന്ന്. അതിപ്പോൾ 37ആയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള ദൂരം. ഇതിന്റെ വേഗത ഇപ്പോൾ വളരെയധികം ഇപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെറും 7700 km/h വേഗതയിൽ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം വേഗതയിൽ നിന്നാണ് ഇപ്പോൾ ഇത് കുറച്ചുകൊണ്ടുവരുന്നത്. ഇനി അടുത്ത് ഉടൻ തന്നെ പാരച്യൂട്ട് ഡിപ്ലോയ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പാരച്യൂട്ട് ഡിപ്ലോയ്മെന്റ് ആദ്യത്തെ ഘട്ട പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്ത് ഇതിന്റെ ഒരു തുലനാവസ്ഥ അത് നിയന്ത്രിച്ചുകൊണ്ട് പിന്നീട് ഇതിന്റെ ദിശ ക്രമീകരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടം. ഇനി ലാൻഡിങ്ങിന് വെറും 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴായിരിക്കും അടുത്ത ഘട്ട ഏറ്റവും വലിയ പാരച്യൂട്ടുകൾ ഡിപ്ലോയ് ചെയ്ത് വേഗത 15 km/h ഇതിലേക്ക് എത്തിക്കുക. ഇപ്പോൾ കേവലം 3500 km/h വേഗതയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഒരു ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇനി 26 കിലോമീറ്റർ ദൂരത്തിലാണ് ഭൗമ ഉപരിതലത്തിൽ നിന്ന് പേടകമുള്ളത്. അത് ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ ഇനി കേവലം 5 മിനിറ്റ് മാത്രമുണ്ട്. പേടകം ഇത് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ഔട്ട് പ്രോസസ്സിലാണ് ഉള്ളത്. അതിന്റെ അകത്തുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടപടികൾ ഇപ്പോൾ നിലവിൽ നടക്കുകയില്ല. അത് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കപ്പെടും. ഏതാണ്ട് ഒരു 2 മിനിറ്റിനകം തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ പഴയതുപോലെ പുനഃസ്ഥാപിക്കപ്പെടും. അതിനുശേഷം ഇത് ബഹിരാകാശ ഇപ്പോൾ ആ പേടകത്തിനകത്തുള്ള ഉള്ളവരോട് ഗ്രൗണ്ട് സ്റ്റാഫ്സിന് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കൂടുതൽ അത് ഗ്രൗണ്ടിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഇനി വെറും 15 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വേഗതയാണെങ്കിൽ 1000 km/h അതിന് താഴേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വെറും 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു സ്പ്ലാഷ് ഡൗണിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ ക്രൂ മെമ്പേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാണ് നിലവിൽ ഇവിടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഉൾപ്പെടെ അറിയാൻ സാധിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ ഉടൻ തന്നെ ഇനി ഏതാനും മിനിറ്റുകൾക്ക് അകം തന്നെ സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വെറും 11 കിലോമീറ്റർ മാത്രം ഭൗമ അന്തരീക്ഷത്തിൽ നിന്ന് പേടകത്തിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വേഗത ഇപ്പോൾ വെറും 700 km/h വേഗതയിൽ താഴെ എത്തിക്കഴിഞ്ഞു. വേഗത കുറച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ഈ ലാൻഡിംഗ് പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മിഷൻ കൺട്രോൾ റൂമിൽ നിന്ന് അവർക്ക് ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7 കിലോമീറ്ററിനകത്ത് മാത്രം ദൂരമുണ്ട് പസഫിക് സമുദ്രത്തിന് മുകളിൽ നിന്ന്. ഇപ്പോൾ ഈ പേടകത്തിന്റെ ഭൂമിയിൽ നിന്ന് പേടകം ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വരുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യഘട്ട പാരച്യൂട്ടുകൾ ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞു. പേടകത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അതിനെ ഇപ്പോൾ നേരിട്ട് കാണാൻ കഴിയും. ആദ്യത്തെ 2 ഘട്ട പാരച്യൂട്ടുകൾ ഉയർത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത 2 ഘട്ട പാരച്യൂട്ടുകൾ കൂടി ഇനി അടുത്ത് 2 മിനിറ്റ് മാത്രം 2 മിനിറ്റിനകത്ത് എത്തുമ്പോഴേക്കും അടുത്ത 2 ഘട്ട പാരച്യൂട്ടുകൾ കൂടി ഉയർത്തും. ഇപ്പോൾ അതിന്റെ അത് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ള സ്ഥലത്തിന്റെ ലക്ഷ്യസ്ഥാനം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കേവലം 2 കിലോമീറ്റർ മാത്രം